എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ 11ാമത്തെ അധ്യായത്തിലെ ലാസ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. അതായത് മൈ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നല്ലേ തുടങ്ങിയത് ആ ചാപ്റ്റർ. അത് നമ്മൾ 3 വീഡിയോ ആയിട്ട് നോക്കുവാണ്. എന്നുവെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് ഡീറ്റെയിൽഡായിട്ട് വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓടിച്ചു വിട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിലും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നല്ല ഒരു അറിവ് പകരുന്ന ഒരു ഘട്ടമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഇങ്ങനെയൊക്കെ കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ കുടിലിരുന്ന് ദിവസവും ഗുരുദേവനെ വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുവാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ എപ്പോഴുമേ ഒരു ലോണറാണ്. ലോണർ എന്ന് വെച്ചാൽ തനിച്ചിരിക്കുന്നത്. അപ്പം ഈ സിദ്ധപാതയിൽ ഉള്ളവർക്ക് ചില റൂൾസൊക്കെ അദ്ദേഹം അന്നേ പറഞ്ഞു. അതിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ആളുകളെ അനാവശ്യമായിട്ട് തൊടരുത്, ഒരാൾ ഇനി ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കരുത്, തൊടരുത്. ഈ സാധനയൊക്കെ ചെയ്യുമ്പം ഒരു സാധകൻ എന്നുള്ള നിലയിൽ നമ്മൾ എത്രയ്ക്ക് ഒക്കുവോ അത്രയ്ക്ക് ഒറ്റയ്ക്കിരിക്കണം. അപ്പോഴേ നമുക്ക് ഈ സാധനയിലോട്ട് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. എപ്പോഴും ആൾക്കാർ ചുറ്റിയിരിക്കുക, അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടെ നമ്മൾ ഔട്ടിങ് പോകുക, കളിച്ച് ചിരിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സാധന നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് തനിച്ചിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹവും സ്വതേ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കുടിലാണ് എപ്പോഴും ഇരിക്കുന്നത്. ഒന്നീ കുടിലിനകത്തിരിക്കും, അല്ലെങ്കിൽ ഈ 2 മാവിൻ്റെയും ഇടയിലിരിക്കും, അല്ലെങ്കിൽ ഒരു മാവിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ഊഞ്ഞാലിലിരിക്കും. എപ്പോഴും അദ്ദേഹത്തിന് ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഈ എക്സ്പീരിയൻസിനെയൊക്കെ ഓർത്തു നോക്കും. ഇന്ന് രാവിലെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. ചില സമയം വലിയ പരമാനന്ദത്തിലായിരിക്കും ഇരിക്കുന്നത്, ചിലപ്പം ഭയം. ഇങ്ങനെ പല ഫീലിങ്സ് മാറി വരുന്നല്ലോ. ഇതൊക്കെ എന്തുകൊണ്ട് എന്നൊക്കെ ഇദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് എല്ലാം ഇങ്ങനെ നോക്കി ആലോചിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബുക്ക് എഴുതാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിലായിട്ട് ഒരു ബുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുമ്പം കിട്ടുന്ന എക്സ്പീരിയൻസ് അതിനെ വെളിയിൽ വന്നിരുന്ന് ഊഞ്ഞാലിലോ മരത്തിൻ്റെ ചോട്ടിലോ ഇരുന്ന് അദ്ദേഹം ആലോചിച്ച് നോക്കും, ഇതെന്തുകൊണ്ട് വന്നു, ഇന്നെങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങേർക്ക് നല്ല ഒരു മെമ്മറിയിലുണ്ട് എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഇപ്പോൾ നമ്മൾ ശരി മെഡിറ്റേഷൻ ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ വരുന്നു, കണ്ടു പോയി, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ നമുക്കത് എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹം എല്ലാം അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് അതിന് പറയുന്നത്. റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനെ വീണ്ടും ആലോചിച്ച് നോക്കുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മനസ്സിലത് നല്ല രീതി പതിഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിന്നെ അപ്പം ഈ പരമാനന്ദത്തിലിരിക്കുന്ന സമയങ്ങളും ഉണ്ട്, ദേഹത്തിൽ നൊമ്പലം വരുന്ന സമയങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് വരുന്നത് ഫീലിങ്സും കാഴ്ചകളും ഒക്കെ. ചിലപ്പം അദ്ദേഹത്തിനെ കാണാൻ തന്നെ ആൾക്കാർ വരാൻ തുടങ്ങി. ഈ ഇയോല എന്നുള്ള ഗ്രാമത്തിൽ സുക്കി എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കുടിലും 2 മാവും ഒക്കെ വെച്ച് അവിടെ താമസിക്കുന്നത്. അപ്പം ഈ ഇയോലയിലെ ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിനെ കാണാൻ വരും, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ബ്ലെസ്സിങ്സ് വാങ്ങിക്കാൻ വരും. ഈ എങ്ങനെ ഭഗവാൻ നിത്യാനന്ദായി തേടി ആൾക്കാർ പോന്നോ അതുപോലെ ആ ചെറിയ കുഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഇദ്ദേഹം തന്നെയാണ് വലിയ ആൾ. അങ്ങനെ എല്ലാവരും വരും. അപ്പോൾ ഇദ്ദേഹം കുറച്ച് നാളായപ്പോഴേ ഒരു ബോർഡ് എഴുതിയിട്ടു, രാവിലെ ആരും ദർശനത്തിന് വരണ്ട, വൈകുന്നേരം മാത്രം വന്നാൽ മതിയെന്ന്. അപ്പം ആൾക്കാരത് ശരിവെച്ചു എന്ന് വെച്ചാൽ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അവർക്ക് ഓക്കെയാണ്. ഓക്കെ എന്ന് വെച്ചാൽ അവരതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് അത്രയ്ക്ക് ബഹുമാനമുണ്ട്, അത്രയ്ക്ക് റെസ്പെക്റ്റ് ഉണ്ട്. എല്ലാ രീതിയിലും ഈ സ്വാമി മുക്താനന്ദയെ കണ്ടാൽ ഒരു യോഗിയുടെ കൂട്ട് തന്നെയാണല്ലോ ജീവിക്കുന്നത്. വേറെ അനാവശ്യ സംസാരത്തിന് പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. ഒരു ഒറ്റയ്ക്ക് ഒരു കുടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, ഗുരുവിൻ്റെ പുറത്ത് അത്രയും ഭക്തിയായിട്ടിരിക്കുന്നു എന്നൊക്കെ അതൊക്കെ കാണുമ്പം ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് ഭയങ്കര ഒരു ബഹുമാനമുണ്ട്.
അതുകൊണ്ട് ഇദ്ദേഹം എന്തു പറഞ്ഞാലും അവർ അനുസരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ബോർഡ് എഴുതിയിട്ടത് രാവിലെ വരണ്ട, വൈകുന്നേരം മാത്രം ദർശനത്തിന് വന്നാൽ മതി എന്ന്. അതുമാത്രമല്ല, ഈ ഇയോലയുടെ ഉള്ള ആൾക്കാർക്കെല്ലാം ഇദ്ദേഹത്തിനെ അറിയാം. അദ്ദേഹം വളർന്ന് വന്നത് അവരുടെ ഇടയിലാണ്. അതുകൊണ്ട് കൊച്ചിലേ തൊട്ടേ ചെറുപ്പത്തിലിരുന്നേ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി മറാഠി പഠിച്ചു. ബോംബെയിലൊക്കെ മറാഠി അല്ലയോ, ഇപ്പം ബോംബെയിൽ മറാഠി സംസാരിക്കാൻ പഠിച്ചു. അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് അവരുടെ കൂടെ നല്ല ക്ലോസായി. അതേ സമയത്ത് ഈ മെഡിറ്റേഷൻ, സാധന എന്നൊക്കെ വരുമ്പോൾ അങ്ങേര് അദ്ദേഹം തന്നെയാണ് കുടിലിൽ മാത്രം പോയിരുന്ന് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ. അപ്പം ഇദ്ദേഹം പറയുന്നത് ഈ സുഖി എന്നുള്ള സ്ഥലത്താണല്ലോ ഇദ്ദേഹത്തിൻ്റെ ഈ കുടിലുള്ളത്. അവിടെ എനിക്കൊരു മറുജന്മം കിട്ടിയ പോലെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ ഇന്നലെ പ്രേക്ഷകർക്ക് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തോ ഫീൽ ചെയ്യുന്നതെന്ന്. നിറയെ പേര് അതിന് റെസ്പോൺസ് തന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൽ ഒരു കമൻറ്റ് വന്ന് ഇങ്ങനെയായിരുന്നു, അതായത് അങ്ങേരുടെ മറുജന്മമാണ്, രണ്ടാമത്തെ ജന്മം എടുത്ത പോലെയാണ്, പുനർജന്മം എന്ന് പറയും. പക്ഷേ പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചിട്ട് എടുക്കുന്നതാണല്ലോ പുനർജന്മം. അതായത് അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ പറയും, ഇപ്പം വലിയൊരു ആക്സിഡൻ്റായി ഓൾമോസ്റ്റ് കോമയിൽ കടന്നു, പിന്നെ എങ്ങനെയൊക്കെയോ ഈ മെഡിസിനും ടെക്നോളജിയും ഓപ്പറേഷനും അതും ഇതുമൊക്കെ വെച്ച്, ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ചിലപ്പം അവർ പ്രജ്ഞയോട് വരും, നേരെ ആകും. ഇപ്പം ഒരുപാട് അസുഖങ്ങളൊക്കെ അങ്ങനെ മാറ്റാൻ പറ്റുന്നു. എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അത്രയായി. ഉടനെ MRI എടുക്കുക, ഉടനെ വലിയ ഒരു 2 ലക്ഷത്തിൻ്റെ ഒരു ഇഞ്ചക്ഷൻ അമേരിക്കയിൽ നിന്ന് വരുത്തുക, 4 പ്രാവശ്യം അങ്ങനെ ഇഞ്ചക്ഷൻ ഇടുക, ഉടനെ ശരിയാവുന്നു, ക്ലോട്ടൊക്കെ അലിഞ്ഞു പോകുന്നു. അപ്പം പേഷ്യൻ്റ് നേരെ ആവുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് മിറക്കിൾസ് നടക്കുന്നുണ്ട് ഇപ്പം. അങ്ങനെ നടക്കുമ്പം മറുജന്മമെന്ന് പറയും, പുനർജന്മമായി എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് മരിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇദ്ദേഹവും അങ്ങനെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഈ ഇയോലയിൽ, അതായത് ഈ സുഖി എന്ന് പറഞ്ഞിടത്ത് എനിക്ക് മറുജന്മം തന്നെയാണ് എന്നുവെച്ചാൽ അത്രയ്ക്ക് അങ്ങേര് പേടിച്ചു. അന്ന് മരിക്കുമെന്നുള്ള ഉറപ്പിലായിരുന്നു ഇരുന്നത്. ഒന്നേ മരിക്കും, അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനാകും എന്നൊക്കെ അങ്ങനെ. അപ്പോൾ അത് ശരിയാണ്. ആ രീതിയിൽ നോക്കുമ്പം നമ്മുടെ ഒരു കമൻറ്റ് വളരെ കറക്റ്റാണ്. പക്ഷേ പൊതുവേ ഞാൻ ആലോചിച്ചത്, അദ്ദേഹം ഇവിടെയും പറയുന്നുണ്ട്, ചിലർ പറയും ഇത് കുണ്ടലിനിയുടെ അവേക്കനിങ് ആണ്, കുണ്ടലിനി ഉണരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന്. പക്ഷേ അതും ആയിരിക്കാം. ഞാൻ അത് ആണ് ഇല്ല എന്ന് പറയാൻ ആരുമല്ല. പക്ഷേ കൂടുതലും ഇദ്ദേഹത്തിന് ഉണ്ടായതെല്ലാം ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുദേവ് ഭഗവാൻ നിത്യാനന്ദയുടെ അനുഗ്രഹം കൊണ്ട് ഈ പഴയതെല്ലാം എടുത്ത് കളയുക. ഇത്രയും ജന്മമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കണക്കിൽ, അതായത് കർമ്മ കണക്കിൽ, സഞ്ചിത കർമ്മയിൽ കുറേ ഉണ്ടല്ലോ, ഈ സഞ്ചിന്ന് ഉള്ള നെഗറ്റീവ് കർമാസിനെയൊക്കെ എടുത്ത് വെളിക്കളയുവാണ്. അത് ഒരു ഗുരു വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൻ പോലെ അവേക്കൻഡായിട്ടുള്ള ഒരാൾ ഒരു മഹാൻ വിചാരിച്ചാൽ അത് അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കർമാവിനെ ഒന്നുമില്ലാതെ രീതിയിൽ അവർ നമ്മുടെ കർമാവിനെ അവരെടുത്തോളും, അല്ലെങ്കിൽ അവരുടെ പവർ കൊണ്ട് അതിനെ ഒന്നുമില്ലാതെ ഭസ്മമാക്കി കളയാൻ പറ്റും. പക്ഷേ ഓരോരുത്തരും അങ്ങനെ ചെയ്യത്തില്ല. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ആ റൂൾസിന് എതിരാണ്. ആ നിയതിക്ക് എതിരായിട്ടുള്ള കാര്യം ഒരു മഹാനും ചെയ്യത്തില്ല. അതായത് ഇപ്പം നമ്മൾ കഷ്ടപ്പെടുന്നു, ഓരോ മനുഷ്യജന്മം എടുത്തതും കഷ്ടപ്പെട്ട് ആ നെഗറ്റീവ് കർമാവിനെ അലിച്ചു കളയണം, കഴിച്ചു കളയണം എന്നുള്ളതാണ് നിയതി, റൂള്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ നിയതി അതാണ്. അപ്പം ആ റൂളിന് പുറമേ ആരും പോയി ഒന്നും ചെയ്യത്തില്ല. പക്ഷേ മഹാന്കൾക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇത്രയും സിമ്പിളായിട്ട്, ഇത്രയും ഗുരുവോം എന്ന് പറഞ്ഞ് ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും ഭയഭക്തിയോടെ ഇരിക്കുന്നതുകൊണ്ട് ഗുരു തന്നെ തീർമാനിച്ച് കാണും, ഇവൻ്റെ കുറേ സഞ്ചിത കർമ്മയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് കളയണം, അപ്പോഴേ ഇവന് മുക്തി കിട്ടത്തുള്ളൂ.
അപ്പം ഇനിയും കുറേ സഞ്ചിത കർമ്മം ഉണ്ടെങ്കിലേ ഈ ജന്മത്ത് മുക്താനന്ദയ്ക്ക് മുക്തി കിട്ടാൻ പോകുന്നില്ല എന്ന് ഗുരുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഗുരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഇങ്ങനെയൊക്കെ ഈ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതാണ്. അതായത് കർമാവിനെ കഴിക്കുവാണ് എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം. അങ്ങനെ ചിലരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കമൻസിൽ. അതാണ് കൂടുതലും ശരി. അതായത് ഇത് ഓരോ സെല്ലിലും ഓരോ രോമക്കാലിലും ഇങ്ങനെ പെട്ടെന്ന് വെടിക്കുന്നു, വേദനിക്കുന്നു, സന്ധിയായിട്ട് ഓരോ ജോയിൻ്റായിട്ട് വേദനിക്കുന്നു, ദേഹം കിടന്ന് ട്വിസ്റ്റ് ആവുന്നു. അങ്ങനെയൊക്കെ അതായത് അതെല്ലാം പഴയ ചേർത്ത് വെച്ച സഞ്ചിത കർമ്മയിലുള്ള അഴുക്ക്, നെഗറ്റിവിറ്റി എല്ലാം എടുത്ത് കളയുക. അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ഉള്ളതാണ് എൻ്റെ. എന്താ വെച്ചാൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, എനിക്കും നടന്നിട്ടുണ്ട്. മെഡിറ്റേഷനിൽ നേരത്തെയൊക്കെ ആദ്യം തുടക്കത്തിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അതേ ഹീലിംഗ് ആണ് ഇത്. മെഡിറ്റേഷനിൽ ആദ്യമായിട്ട് ബിഗിനേഴ്സിന് മെഡിറ്റേഷനിൽ ഇരുന്ന് ഉറങ്ങുന്നത് ഹീലിംഗ് ആണ്. പിന്നെ 2 വർഷം കഴിഞ്ഞ പിന്നീട് ഞാൻ ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കുഴപ്പമുണ്ട്. അതും ഹീലിംഗ് തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരാൻ നോക്കണം. പിന്നെ കുറേ നാളുടെ ഇങ്ങനെ തല കുനിഞ്ഞ് കിടക്കുന്നത്, അതൊക്കെ ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചവരെ എനിക്കതൊന്നും ഇല്ല. ഇപ്പോൾ ഒരുവിധം മെഡിറ്റേഷൻ ചെയ്യാനിരുന്നാൽ ഉറക്കം വരുന്നില്ല, തലയൊന്നും ഇങ്ങനെ കുനിഞ്ഞ് ആടിപ്പോകുന്നില്ല. ഒരുവിധം സ്ട്രെയിറ്റ് ആയിട്ട് ഇതായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നു കുറച്ച് നേരം. അത് തന്നെ വലിയ കാര്യം. അത് തന്നെയാണ് എൻ്റെ മെഡിറ്റേഷനിൽ ഒരു പ്രോഗ്രസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇദ്ദേഹം അങ്ങനെ. ഇനിയൊരു കാര്യം, ഈ ഒട്ടകം പോലെ ശബ്ദമിടുന്നത്, ഈ പുലി പോലെ കത്തുന്നത്, 1/2 മണിക്കൂർ ഇദ്ദേഹം പുലി പോലെ ഉറുമിയിട്ടുണ്ട്. റോറിങ് ഓഫ് ദ ടൈഗർ എന്നാണ് പറയുന്നത്, ഉറുമുന്ന ശബ്ദം. അത് 1/2 മണിക്കൂർ കാട്ടിലുള്ള അവരൊക്കെല്ലാം കേട്ടിരിക്കുന്നു. അതൊക്കെ അപ്പം ഞാൻ മനസ്സിൽ കണ്ടത് എൻ്റെ ഒരു ഇമാജിനേഷൻ ആയിരിക്കാം, ഒരു കൽപ്പനയായിരിക്കാം. എന്നാലും അദ്ദേഹം ഒരു ജന്മത്തിൽ ചിലപ്പം ഒട്ടകമായിട്ടിരുന്ന് കാണും, ഒരു ജന്മത്തിൽ ചിലപ്പം പുലിയായിട്ടിരുന്ന് കാണും. വേറെ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ അതാത് ജന്മങ്ങളിൽ നമ്മൾ ചേർത്ത് വെച്ച കർമാവിനെ പോക്കണമെങ്കിൽ ആ ജന്മത്തിലോട്ട് പോകണം. ആ ജന്മത്തിൽ പോയി അവിടെ ഉള്ളതെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയണം. അത് നമുക്ക് മാത്രം പറ്റത്തില്ല. ഒരാൾ ശ്രമിച്ചാൽ മാത്രം അത് നടക്കില്ല. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, ഒരു ഗുരുവിൻ്റെ വഴികാട്ടുതൽ വേണം. വഴികാട്ടുതൽ എന്ന് വെച്ചാൽ ഒരു ടോർച്ച് അടിച്ച് ഈ ഇരുട്ടത്ത് പോന്നോ, ഞാൻ ടോർച്ച് കാണിച്ചു തരാം, ഈ വെളിച്ചത്തിൽ കൂടെ വാ എന്ന് ഒരു വഴി കാണിക്കാൻ ഒരു ഗുരു വേണം. അത് നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ഗുരുവിനെ കൊണ്ട് മാത്രമേ ഇതുപോലെ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം ബുദ്ധ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എത്ര ജന്മം എടുത്തു, ഓരോ ജന്മത്തിലും എന്തൊക്കെയായിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം മുയലായിട്ടിരുന്നു, ഒരു പ്രാവശ്യം അങ്ങേരെ ആടായിട്ടിരുന്നു. അങ്ങനെയൊക്കെ പല ജന്മങ്ങളുടെ ഓർമ്മകൾ ഇവർക്ക് എല്ലാവർക്കുമേ, നമുക്കും വരാം. മെഡിറ്റേഷൻ ഡീപ്പായിട്ട് പോകുമ്പോൾ അതൊക്കെ വരും. അപ്പം ഇദ്ദേഹം ശബ്ദം ഉണ്ടാക്കിയതൊക്കെ അപ്പം ഉള്ള ആ ജന്മത്തിലെ ഒരു പഴയ ഓർമ്മകളും അവിടുത്തെ ഈ അഴുക്കുകളെല്ലാം എടുത്ത് കളയുന്നത് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും അദ്ദേഹത്തിന് അന്ന് രാത്രിയൊക്കെ അത്രയും കണ്ടത്. അതുമാത്രമല്ല, 2 മാവിൻ്റെ നടുക്ക് ഗുരുദേവിനെ കാണുന്നു. ഗുരുദേവ് അപ്പം ഉണ്ട്, ഗുരുദേവിൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നത്. ഒരു ഗുരു വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. അപ്പം അതുമാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എനിക്ക് 2-3 ഗുരുക്കൾ ഉണ്ട്. എൻ്റെ ഗുരുക്കന്മാരത്തൊക്കെ നല്ല വിശ്വാസമാണ്, അവർ നല്ല എക്സ്പീരിയൻസ്ഡുമാണ്. അപ്പം അവരുടെ അടുത്ത് കുറച്ചും കൂടെ പോയി ഇരുന്ന് പഠിക്കണമെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഈ ആശ്രമ ജീവിതം പോയാലേ നമുക്ക് ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ ഈ ഗുരുകുലം എന്ന് പറയുന്നില്ലയോ, അപ്പം ഗുരുവിൻ്റെ കൂടെ കുറച്ച് നാൾ നിന്ന് പഠിച്ചാലേ നമുക്ക് പലതും മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഒരു ഗുരു വിചാരിച്ചാൽ ഇത് മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഗുരു ഭഗവാൻ നിത്യാനന്ദ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്.
അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാക്ഷി തരുന്നത്. കാക്ഷി തരുന്നത് വെച്ചാൽ ഗുരുദേവനെ ഇദ്ദേഹത്തിന് കാണാൻ പറ്റുന്നു. മുക്താനന്ദയുടെ കണ്ണിൽ കാണിക്കുന്നു. അപ്പോൾ എന്തോ അർത്ഥം? മോനെ, നീ പ്രയാസപ്പെടാതെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ ഞാനാണ് നിന്നെ ചെയ്യിപ്പിക്കുന്നത്, നീ പ്രയാസപ്പെടാതെ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ടെസ്റ്റുകൾ എഴുതണം. ഒരു IAS ഓഫീസർ ആകണമെങ്കിലേ, അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസർ ആവണമെങ്കിലേ എന്തൊക്കെ ടെസ്റ്റുകൾ പാസ്സാവണം. അതുപോലെ ഇതൊക്കെയാണ് ടെസ്റ്റുകൾ. നമ്മുടെ സഞ്ചിത കർമ്മയിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും എടുത്ത് എറിയണം വെളിയിൽ. അങ്ങനെ വരുമ്പോഴാണ് ഇതുമാതിരി ഈ തലവേദന, സന്ധിവേദന, പോപ്പിംഗ് സൗണ്ട്, ക്രാക്കിംഗ് സൗണ്ട് എന്നൊക്കെ പറയുന്നില്ല, അതെല്ലാം വേദന. എനിക്ക് മെഡിറ്റേഷനിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ വലതുകാലം മാത്രം ഇങ്ങനെ ഈ ഡ്രില്ലിങ് മെഷീനിട്ട് അകത്ത് കുടഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ കാണും. ചില സമയം ലെഫ്റ്റ് ലെഗായിരിക്കും, അല്ലെങ്കിൽ ചില സമയം കഴുത്തിലായിരിക്കും. അതൊക്കെ നമ്മുടെ ആസ്ട്രൽ ബോഡിയിലുള്ള നെഗറ്റിവിറ്റിയെ എടുത്ത് എറിയുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ചിലർക്കൊക്കെ എനിക്ക് ആരും ഗുരുവില്ല എന്നൊക്കെ വിചാരിച്ച് മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ട് ധ്യാനം ചെയ്താൽ മാത്രം മതി. എത്രയോ സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് മുകളിൽ. ആ സ്പിരിറ്റ് ഗൈഡ്സൊക്കെ നമ്മൾ ഈ സാധന തുടങ്ങുമ്പോഴേ അവർ നമ്മളെ നോട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ നോട്ട് ചെയ്യും, നമ്മൾ സിൻസിയറാണോ അതോ 2 ദിവസം മെഡിറ്റേഷൻ കേട്ടിട്ട് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം എടുത്ത് കളഞ്ഞിട്ട് പോകുന്നോന്ന്. നമ്മൾ തുടർന്ന് ചെയ്താൽ അവരുടെ മനസ്സിന് ബോധ്യം വരണം. ഓക്കെ, ഇയാൾ സീരിയസ് ആണ്, ആത്മീയതയിൽ പോകാൻ, യാത്ര ചെയ്യാൻ ഇയാൾ തയ്യാറാണ്, ഈ വ്യക്തി റെഡിയാകുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലൊരാഗ്രഹമുണ്ട് എന്ന് അവർക്ക് ആ സ്പിരിറ്റ് ഗൈഡ്സിന് ഉണ്ടെങ്കിൽ, അതായത് സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് വെച്ചാൽ എന്തുവാ, നമ്മളെക്കാട്ടിലും ഉയർന്ന തളത്തിലുള്ള ആത്മാക്കൾ, അവർ നമ്മളിങ്ങനെ വാച്ച് ചെയ്യും. അപ്പോൾ അവർ നമ്മളെ സഹായിക്കും, പല രീതിയിലും അവർ നമ്മളെ വന്ന് സഹായിക്കും. അതൊക്കെയാണ് നടക്കുക. അപ്പം ഗുരു ഇല്ലെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മളുടെ കാര്യം നമ്മൾ ചെയ്തുകൊണ്ട് പോയാൽ മതി. സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് നമ്മളെ വഴി നടത്താൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം ദിവസവും വൈകുന്നേരം ഈ ദർശനത്തിനായിട്ട് മുക്താനന്ദ വെളിയിൽ വന്നിരിക്കും. ആളുകളെല്ലാം വരും, സംസാരിക്കും. പിന്നെ അവർ പോയ ഉടനെ വിളക്ക് കത്തിച്ച് ധ്യാനിക്കാൻ തുടങ്ങും. ഗുരുദേവൻ്റെ ഓർമ്മയിൽ ഇരുന്ന് ധ്യാനിക്കും. അതിന് പിന്നെ അദ്ദേഹം പണ്ട് എങ്ങാണ്ട് ഒരു പശു വെച്ചിരുന്നെന്ന്, ആ പശുവിൻ്റെ പാല് ആരെങ്കിലും കൊണ്ട് കൊടുക്കുമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പശു അല്ലയോ, അപ്പോൾ ആ ഓണർ തന്നെ കുറച്ച് പാല് കറന്ന് കൊടുക്കുമായിരിക്കും. ആ ചൂട് പാലും കുടിച്ചുകൊണ്ട് മിണ്ടാതെ കിടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ മെഡിറ്റേഷനിലിരിക്കുമ്പം ചിലപ്പോൾ ആ ചുമന്ന ലൈറ്റ് കാണും, ചിലപ്പം ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പം ദുഃഖമായിട്ടിരിക്കും, ചിലപ്പം നല്ലതായിരിക്കും, ചിലപ്പം ഒന്നുമേ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പോഴേ ചീത്ത ഇംപ്യൂർ തോട്ട്സ്, ചീത്ത തോട്ട്സ്, വിചാരങ്ങൾ മനസ്സിൽ വരും. ഈ ചീത്ത വിചാരങ്ങൾ മനസ്സിൽ വരുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സ്വാമി മുക്താനന്ദ വലിയ ഒരാളായിക്കൊണ്ട് വരിക, നല്ല ഒരു യോഗിയായിട്ട് ആയിക്കൊണ്ട് വരിക. ആ സമയത്ത് ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ എന്തിനു വരുന്നു? ഇംപ്യൂർ എന്ന് വെച്ചാൽ അഴുക്കായിട്ടുള്ള ചിന്തകളൊക്കെ എന്തിനു വരുന്നു എന്ന് വെച്ചാൽ അതൊക്കെ ഇന്നത്തെ ചിന്തയല്ല, പണ്ട്. അതായത് അതാണ് മനസ്സിനെക്കുറിച്ച് ഞാൻ ധ്യാനത്തിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഞാൻ മനസ്സിനെക്കുറിച്ചാണ് പറഞ്ഞത്. മനസ്സിനെക്കുറിച്ച് 5 വീഡിയോ ഇട്ടേ പിന്നീടാണ് ധ്യാനത്തിനെക്കുറിച്ച് 6 വീഡിയോ ഇട്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ധ്യാനം എന്ന് പറയുന്നത് മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന്. അപ്പം മനസ്സിനെക്കുറിച്ച് അറിയാതെ ധ്യാനത്തിലിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ സീക്വൻസിലാണ് ഞാൻ എല്ലാ വീഡിയോസും പറഞ്ഞിരിക്കുന്നത്. ഈ ബുക്ക് റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കുമുള്ള ഒരു ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓർഡർ നമ്മൾ ഫോളോ ചെയ്താലേ മതി നമുക്ക് നല്ല രീതിയിൽ മുക്തിക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റും. അപ്പം മനസ്സാണ് ഇതിനകത്ത് കാരണം. ഈ മനസ്സെന്ന് പറയുന്നത് എന്തുവാ, ഞാൻ 4 ഭാഗമായിട്ട് പിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പഴയ ഓർമ്മകൾ. പഴയ ഓർമ്മകൾ വെച്ചാൽ 10 ജന്മത്തിന് മുമ്പേ
20 ജന്മത്തിന് മുമ്പേ 100 ജന്മത്തിന് മുമ്പേ നടന്ന സംഗതികൾ കൂടെ നമ്മുടെ മനസ്സിൽ എവിടോ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഈ ഒട്ടകം പോലെ വിളിക്കുന്നതും ഈ ടൈഗറിൻ്റെ കൂട്ട് കിടന്ന് കൂവുന്നതും ഒക്കെ അതാണ്. അപ്പോൾ അതൊക്കെ കൂവി തീർത്താൽ മാത്രമേ നമുക്കതിൽ നിന്ന് വിമോചനം കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇദ്ദേഹത്തിന് അന്ന് രാത്രി നടന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അതായത് അദ്ദേഹത്തിൻ്റെ ഗുരു നിത്യാനന്ദയുടെ സഹായം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സഞ്ചിത കർമ്മയിലുള്ള നെഗറ്റിവിറ്റി എല്ലാം എടുത്ത് കളയുക. ഓക്കെ, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് വേറൊരു തോന്നൽ, ഈ വൃത്തികെട്ട ചിന്തകൾ, ഇംപ്യൂർ തോട്ട്സ് എന്ന് വെച്ചാൽ വൃത്തികെട്ട ചിന്തകൾ. വൃത്തികെട്ട ചിന്തയെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തിനാണ് വരുന്നത്? ഇത് നേരത്തെ ഒരു പ്രാവശ്യം ഇദ്ദേഹം ഭഗവാൻ നിത്യാനന്ദ എടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരു ഭാവ, ഇറ്റ്സ് എ ഭാവ, അത് പോവും. അപ്പോൾ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഈ മേഘങ്ങൾ ഇങ്ങനെ പോകുന്ന പോലെ അതൊരു സ്റ്റേജാണ്. നീ അല്ല പറയുന്നത്, ഇറ്റ്സ് നോട്ട് യു എന്ന് പറഞ്ഞില്ലേ? അപ്പം നീ അല്ല ഇപ്പം പറയുന്നത്. ഇപ്പോഴത്തെ മനസ്ഥിതിക്ക് നിനക്ക് അങ്ങനെ വൃത്തികെട്ട ചിന്തകൾ വരാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇതാണ് പഴയത്, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട്, എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വലിച്ച് കീറി കളഞ്ഞാൽ മാത്രമേ നമുക്ക് മുക്തി നേടാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നടക്കുന്നത്. അപ്പം മുക്താനന്ദ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ വൃത്തികെട്ട ചിന്തകൾ വരുവാണെങ്കിൽ ആളുകളൊക്കെ എന്നെ വന്ന് തൊഴുന്നതും എന്നെ വന്ന് കാണുന്നതും ഒക്കെ ശരിയല്ലല്ലോ, ഞാൻ ഇനിയും പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ. അപ്പം അന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളെല്ലാം വരണ്ടെന്ന് പറഞ്ഞു. ഇനി എൻ്റെ ആശ്രമത്തിൽ ആരും വരണ്ട എന്ന് പറഞ്ഞു. അപ്പം ആൾക്കാരെന്തോ വിചാരിച്ചു, ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ്, എന്നാലും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിചാരിച്ചു ഭഗവാൻ നിത്യാനന്ദ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കാണുമെന്ന് വെച്ചാൽ സിദ്ധി, എന്തെങ്കിലും ഒരു പവർ കൊടുത്തു കാണും. അതുകൊണ്ടായിരിക്കും അതിനെ നമ്മളടുത്തൊന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് നമ്മളെ വരണ്ട എന്ന് പറയുന്നത്. എന്തോ കിട്ടിയിട്ടുണ്ട്, ഗുരുദേവൻ്റെ കയ്യിൽ നിന്ന് എന്തോ നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്, നല്ലത് കിട്ടിയിട്ടുണ്ട് എന്നാണ് ആളുകൾ വിചാരിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലതല്ല, ഞാനേ ശരിയല്ല, പിന്നെ ഞാനാരും ഇവർക്കൊക്കെ ദർശനം കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം അവരെ വരണ്ടെന്ന് പറഞ്ഞു. അപ്പം ചില സമയം ഇങ്ങനെ ഈ ദുർചിന്തയൊക്കെ വരുന്നതിനെക്കുറിച്ച് പബ്ലിക്കിൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം പറയും. ശരിക്കും പറഞ്ഞാൽ അത് പറയരുത്, പക്ഷേ ചിലപ്പോൾ നമുക്ക് മറ്റവരെ കൺവിൻസ് ചെയ്യണമെന്ന് തോന്നും, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകും. ചില കാര്യങ്ങൾ ഇതെല്ലാം പറയാനേ പാടില്ല എന്ന് നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കും. പക്ഷേ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞു പോകും, നമ്മളെ അറിയാണ്ട് പറഞ്ഞു പോകും. അങ്ങനെ ഇദ്ദേഹം പബ്ലിക്കിൻ്റെ അടുത്ത് 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞു. പക്ഷേ ആരും അതൊന്നും വിശ്വസിച്ചില്ല. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് അത്രയും നല്ല മതിപ്പും മര്യാദയും സ്നേഹവും ആയിരുന്നു ഈ അവരുടെ ചുറ്റുവട്ടാരത്തിലുള്ള നാട്ടുമക്കളുടെ ഒരു കണിപ്പ്, ഒരു എന്താ പറയാനാ, ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം. ഓക്കെ, അങ്ങനെ. അപ്പം പിന്നെ ഇദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരും, ഇദ്ദേഹത്തിൻ്റെ ദർശനത്തിന് വേണ്ടി ആൾക്കാർ വരും. ശരി എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്തായിരുന്നാലും എത്ര ആൾക്കാർ വന്നാലും പോയാലും മെഡിറ്റേഷൻ ചെയ്യാൻ തെറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുദേവനെ വിചാരിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നതിൽ യാതൊരു വ്യത്യാസവും മാറ്റവും വന്നിട്ടില്ല. അത് തുടർന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പം ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പം പല ഇതേപോലെ സന്തോഷവും സുഖവും ദുഃഖവും മനസ്സിൽ മാറി വരും, വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അദ്ദേഹം ഇങ്ങനെ തുടർന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പം അത് കണ്ട് പേടിച്ചു പോരുത്. വെളിയിൽ അങ്ങനെ ചുറ്റിയിൽ നമ്മുടെ കുടിലിനെ ചുറ്റിയിലും തീ പിടിച്ച് എരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ധ്യാനമേ വേണ്ട എന്ന് വിചാരിക്കരുത്. എന്നുവെച്ചാൽ ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട്. കുറച്ച് നാളിരിക്കും ധ്യാനത്തിൽ, അപ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കിട്ടും, അല്ലെങ്കിൽ ഒരു ഭയവും പേടിയൊക്കെ ഉണ്ടാകും. അതോടെ അവർ അയ്യോ ഇനി നമുക്കിതൊന്നും വേണ്ടപ്പാ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അങ്ങ് വിടും. അപ്പോൾ അങ്ങനെ വിടാൻ പാടില്ല. ഇതൊക്കെ ഒരു സാധകൻ്റെ ജീവിതത്തിൽ വരുന്ന പല മാറ്റങ്ങളാണ്. അപ്പോൾ
അപ്പോൾ ഇതിനെ കണ്ട് പേടിക്കാതെ നമ്മൾ തുടർന്ന് ചെയ്താൽ മാത്രമേ നമുക്ക് മേളിലുള്ള സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളെ സഹായിക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ ഇത് പിന്നെയും ഇദ്ദേഹം ആൾക്കാരെ വരണ്ട എന്ന് പറയുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ വന്നാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ്? ഗോസിപ്പ് എന്ന് വെച്ചാൽ അവന് ഇങ്ങനെ ആയിരുന്നു, ഇവളങ്ങനെ ആയിരുന്നു, അതിങ്ങനെ സംഭവിച്ചു. ഈ അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഗോസിപ്പ് എന്ന് പറയുന്നത് പരദൂഷണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന് ക്യാൻസറാണ്. അത് നമ്മുടെ ആത്മാവിനെ അത്രയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗോസിപ്പ്, മറ്റവരെക്കുറിച്ച് സംസാരം, പരദൂഷണം. അപ്പം ഇതൊക്കെ ആളുകൾ ന്യൂസ് കൊണ്ടുവരും, പൊക്കിക്കൊണ്ടുവരും. മുക്താനന്ദ എടുത്ത് പറയും. അതൊന്നും മുക്താനന്ദയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അന്ന് സാധനയുടെ തരം കുറയും. മെഡിറ്റേഷൻ അദ്ദേഹത്തിന് ഒരുപാട് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മളെയും തന്നെ ഇരിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മളും ഇപ്പോൾ എല്ലാത്തിനെയും കളഞ്ഞിട്ട് നമുക്ക് ആശ്രമത്തിൽ പോയിരിക്കാൻ ഒക്കത്തില്ല, തന്നെ ഇരിക്കണവും താനും. അപ്പം അത് എങ്ങനെ ബാലൻസ്ഡായിട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇപ്പം ചിലർക്ക് കൊച്ചുമക്കളെ നോക്കേണ്ടിയിരിക്കും, ചിലർക്ക് അടുക്കളയിൽ ജോലി ചെയ്യേണ്ടിയിരിക്കും, ചിലർക്ക് ജോലിക്ക് പോകേണ്ടിയിരിക്കും. എല്ലാവർക്കും പല എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതിനെയും എങ്ങനെ കൊണ്ടു ചെല്ലണം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത് നമ്മളുടെ സാമർഥ്യം, അവനവൻ്റെ കാര്യം എന്നുള്ളത് അവനവൻ്റെ പ്ലാനിങ് പ്രകാരം അനുസരിച്ച് അതങ്ങ് പോകും. ഓക്കെ. അപ്പം ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ എനിക്കൊക്കെ സംഭവിച്ചത്. ചിലർ പറയും കുണ്ടലിനി ഉണർന്നതാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്, ഗുരുവിൻ്റെ ആജ്ഞാപ്രകാരമാണ് ഇത് നടക്കുന്നത് എന്ന്, ഗുരു തരുന്ന പ്രസാദമാണ് എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം പറയുന്ന പോലെ ഇതെല്ലാം ആരും എഴുതി വച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഈ കേൾക്കുന്ന കഥകൾ, കേട്ടുകഥ എന്ന് പറയത്തില്ലേ, കെട്ടുകഥ, കേൾക്കുന്ന കഥ, ഇതൊക്കെ പറയുമ്പം അതിൽ ഓരോരുത്തർ പറയുമ്പോഴും കുറച്ച് മസാല ചേർക്കും. അപ്പം ഒറിജിനലായിട്ട് പറയുന്നത് എന്ന് പറയുന്നത് ആര് അനുഭവിച്ചോ അവരുടെ വായിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് കേൾക്കണം. അപ്പോഴേ അതിന് ഒരു വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ നാഗാഡ് എന്നുള്ള ഒരു സ്ഥലത്ത് പോയപ്പം അങ്ങേർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ചൊക്കെ വായിക്കാൻ, ഒരു ബുക്കിൽ നിന്ന് വായിക്കാൻ പറ്റി എന്നാണ് പറയുന്നത്. അപ്പം ഈ ജ്ഞാനേശ്വർ മഹാരാജ്, ദുഃഖാരാം മഹാൻ, ജനാർദ്ദനൻ സ്വാമി, ഇങ്ങനെയൊക്കെ പലരും അവരവരുടെ എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് എഴുതത്തില്ല. ഈ സിദ്ധയോഗികളുടെ ഒരു വലിയ ഇത് അത് തന്നെയാണ്. ഈ അവർ മിക്കാലും ഈ വായ് വഴിയാണ് പറഞ്ഞ് അവരുടെ ഡിസൈപ്പിൾസിന്, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ബോഹറിനെ എടുത്തോളൂ. ഈ ബോഹർ 7000 എന്ന് ഒരു വലിയ ബുക്ക് എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബുക്ക് എഴുതുന്നതേ തെറ്റ് എന്നുള്ളതാണ് അക്കാലത്ത്. ഇത്രയും വലിയ ബുക്കിൽ, അതായത് ബോഹറൊക്കെ ഈ സാധാരണ ഉലോകത്തിൽ നിന്ന് ആൽക്കമി, സ്വർണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ അഗത്യ മുനിക്ക് ബോഹറിനൊക്കെ ഇഷ്ടം പോലെ അറിയാം. ബോഹറിലെ ഈ നവപാഷാണങ്ങൾ 9 വിഷങ്ങൾ വെച്ചാണ് പഴനിയിലുള്ള മുരുകൻ്റെ പ്രതിമ ചെയ്തിരിക്കുന്നത്. അത് 9 നവപാഷാണം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പുറത്ത് അഭിഷേകം ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ശിവലിംഗത്തിൻ്റെ അടുത്തൊക്കെ ആദ്യം ഈഞ്ച വെച്ച് എണ്ണ വെച്ച് തേച്ച് കുളിപ്പിക്കും. നമ്മൾ കുഞ്ഞിനെ തേച്ച് കുളിക്കുന്നമാരെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ അതൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ബോഹറാവട്ടെ, ഒരുപാട് ഈ സിദ്ധന്മാരൊക്കെ ഒരുപാട് അറിയാം. പക്ഷെ അവർ കണ്ടുപിടിച്ചു, പക്ഷേ അവർ എഴുതിയും വെച്ചു. പക്ഷേ എഴുതി വെച്ചതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണപ്പെട്ട മനുഷ്യൻ വായിച്ചാൽ മനസ്സിലാവത്തില്ല. എല്ലാം ഡബിൾ മീനിങ്ങിലാണ് എഴുതി വയ്ക്കുന്നത്. അപ്പം അവർക്ക് ആ ലൈനിൽ പോകുന്നവർക്ക് മാത്രമേ അവർക്ക് ഇത് പിടികിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
ഓക്കെ. അപ്പം ഈ സിദ്ധാപാത്തിലുള്ള ഇത് എക്സ്പീരിയൻസൊക്കെയാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, എത്രയോ പേര് ഇങ്ങനെയൊക്കെ ചില കാഴ്ചകൾ വരുന്നു. ഇങ്ങനെ ഇപ്പം നമ്മൾ അരമണിക്കൂർ ഒരു പുലിയുടെ കൂട്ട് കിടന്ന് കൂവി വിളിച്ചാൽ വീട്ടിലെങ്ങനെ ഇരിക്കും? ആൾക്കാരെന്ത് വിചാരിക്കും? അവർ പേടിച്ചു പോകത്തില്ലേ? നമ്മൾ പേടിച്ചു പോകുന്നത് മാത്രമല്ല, ചുറ്റിലുള്ള ആൾക്കാരെന്ത് പേടിച്ചു പോകും? അവരെന്തൊക്കെ വിചാരിക്കും? എന്തൊക്കെ കഥകളുണ്ടാക്കും? അപ്പം അങ്ങനെ ഈ ഭയത്തിൽ പകുതിയിൽ മെഡിറ്റേഷൻ വിടുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ നമ്മളത് വിടരുത്, അത് തുടർന്ന് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ ബുക്ക് വായിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഹെൽപ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ നമുക്കും ഇതൊക്കെ അറിയാൻ പറ്റുന്നു ഇല്ലയോ? അപ്പം നാളെ അഥവാ ഇതുപോലെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതേ എക്സ്പീരിയൻസോ വന്നാൽ നമ്മൾ പേടിച്ചു പോകരുത്, അത് സാധനയെ ഇടയിൽ വിടരുത്, തുടർന്ന് ചെയ്യണം. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് പറയുന്നു, സ്വാമി ഞാൻ ബാബ എന്ന് വിളിക്കും. ബാബ അല്ലെങ്കിൽ ബാബുജി, ഞാൻ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ എന്നെ പാമ്പ് വന്ന് കടിച്ചു, തുണിയില്ലാത്ത പെണ്ണ് വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, വൃത്തികെട്ട ചിന്തകളെല്ലാം വരുന്നു എന്നൊക്കെ. അതൊക്കെ കണ്ട് നമ്മൾ പേടിക്കരുത്, നമുക്കങ്ങനെ വന്നാലും പേടിക്കരുത്. എന്നുവെച്ചാൽ ഇതെല്ലാം പഴയ ഓർമ്മകൾ അടിയിൽ സബ് കോൺഷ്യസ് ലെവലിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നതിനെ വെളിക്കൊണ്ടുവരിക. അത് എങ്ങനെ വെളിക്കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മളെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും പേടിക്കരുത്, പകുതിയിൽ വിടുകയും ചെയ്യരുത്. ഇതൊക്കെ നമുക്കൊരു പാഠമാണ് ഇല്ലയോ? പിന്നെ ഒരു പ്രാവശ്യം ഒരു സിദ്ധ വഴിയിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിനെ ഒരു സ്വാമിജി കണ്ടു. ഒരു സ്വാമിജി ഒരു സ്റ്റുഡൻറ്റിനെ, അതായത് മുക്താനന്ദയ്ക്ക് നല്ലപോലെ അറിയുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അവൻ നല്ലപോലെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അയാളെ വേറൊരു സ്വാമിജി വന്ന് വിളിച്ച്, നീ ചെയ്യുന്ന ഒന്നും ശരിയല്ല, ഇതെല്ലാം തെറ്റാണ്, എനിക്ക് സമാധി കിട്ടിയതാണ്, അപ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം നീ ചെയ്യുന്നത് തെറ്റാണ്, ഇത് നീ ഇങ്ങനെ ചെയ്താൽ നീ 2 മാസത്തിനകം നീ മരിക്കും, അല്ലെങ്കിൽ നീ ഭ്രാന്തനാവും, അതുകൊണ്ട് ഇതൊക്കെ നിർത്ത് എന്ന് ഒരു സ്വാമിജി വിളിച്ച് പറഞ്ഞു പോലും. അപ്പം ആ സ്റ്റുഡൻറ്റ് മുക്താനന്ദയുടെ സിദ്ധ സ്റ്റുഡൻ്റാണ്, സിദ്ധ വഴിയിൽ വംശത്തിൽ വരുന്ന സ്റ്റുഡൻറ്റ്. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തെഴുതി. അപ്പോൾ അക്കാലത്ത് ഇപ്പം വാട്സപ്പും മൊബൈലും ഒന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഹലോ സ്വാമിജി വാട്ട് ഹാപ്പൻഡ് എന്ന് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ അങ്ങനല്ലല്ലോ. അപ്പോൾ ഒരു എഴുത്തെഴുതി, ഇങ്ങനെ ഒരു സ്വാമി എന്നെ കണ്ടു, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ ഇദ്ദേഹം ആ എഴുത്ത് വായിച്ചിട്ട് അങ്ങ് ഒതുക്കി വെച്ചു, ഒന്നും എടുത്തില്ല. ഒരു 4 മാസം കഴിഞ്ഞ് ആ ലെറ്ററിന് ബദലെഴുതി, ആ കത്തിന് ഒരു ബദലെഴുതി. എന്തുവാ, നിൻ്റെ സ്വാമി, ഏതോ ഒരു സ്വാമി നിന്നെ വിളിച്ച് പറഞ്ഞു 2 മാസം, ആ സമയം കടന്നു, ഇപ്പോഴും നീ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ആ സ്വാമി പറഞ്ഞൊന്നും ശരിയല്ല. അപ്പോൾ ഇനി നീ ആ സ്വാമിയെ കണ്ടാൽ ഇങ്ങനൊന്നും ആരെയും പറഞ്ഞ് പിന്തിരിപ്പിക്കരുത്, നിങ്ങൾക്കാണ് ഏതോ അസുഖം, നിങ്ങൾ പോയി ഡോക്ടറെ പോയി കണ്ട് ഒരു ടെസ്റ്റ് ചെയ്യേ എന്ന് പറയണം എന്ന് ഇദ്ദേഹം ഒരു എഴുതി. അപ്പം ഇദ്ദേഹം എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറയുന്നതും എൻ്റെ ഗുരുക്കന്മാരെല്ലാവരും പറയുന്നതാ, നമ്മൾ ജേർണലിങ് ചെയ്യണം. ജേർണലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, ഒരു ജേർണൽ എന്ന് വെച്ചാൽ ഒരു കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയുന്ന ചെറിയ മാഗസിൻ പോലെ വരും, അതാണ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പം ജേർണലിംഗ് നമ്മൾ ചെയ്യണം. ജേർണലിംഗ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്തോ അർത്ഥം, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പം നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിനെ ഒരു നോട്ട്ബുക്കിൽ എഴുതി രഹസ്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കണം. നമ്മൾ എഴുതി ചുമ്മാ മേശപ്പുറത്തിട്ടാൽ വരുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരും അത് വായിച്ചിട്ട് നമ്മളെ കൂടുതൽ കളിയാക്കും, നമ്മളെ പിന്തിരിപ്പിക്കും. അതുകൊണ്ട് ഈ ജേർണലിംഗ് എഴുതുന്നത് ആവശ്യമുള്ള കാര്യമാണ്. എൻ്റെ ഗുരു നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ജേർണലിംഗ് എഴുതണം. പിന്നെ ഞാനും അതിനുവേണ്ടി ഒരു ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ ഒരുപാടൊന്നും അങ്ങനെ എഴുതത്തില്ല. പിന്നെ ചെറിയ കാര്യങ്ങൾ വരുന്നു പോന്നു, അതങ്ങനെ കണ്ട്
അനുഭവിച്ച് സന്തോഷപ്പെട്ട് അങ്ങനെ രസിച്ച് പോന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയതായിട്ടൊന്നും എനിക്ക് ഇതുവരെ വലുതായിട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. പക്ഷേ എനിക്കും ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ജേർണലിങ്ങിന്. പിന്നെ എന്നും ജേർണലിങ് എഴുതണമെന്നാണ് പറയുന്നത്. എൻ്റെ ഗുരു പ്രദീപ് വിജയ് എന്നൊരു ഗുരുവുണ്ട്. അദ്ദേഹം പറയുന്നത്, നിനക്ക് എക്സ്പീരിയൻസ് വന്നാലും വന്നില്ലെങ്കിലും എന്തെങ്കിലും നീ അന്ന് മെഡിറ്റേഷൻ ചെയ്തില്ലയോ, എത്ര മണിക്കൂർ ചെയ്തു, പിന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ദിവസവും ഡേറ്റ് ഇട്ട് എഴുതി വെക്കണം. അപ്പം അതിൽ 2 നല്ലതുണ്ട്. ഒന്ന്, നമുക്ക് തന്നെ നമ്മുടെ പ്രോഗ്രസ് എങ്ങനെ, അതായത് ആത്മീയതയിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുമ്പം നമുക്ക് എത്ര ദൂരം നമ്മൾ ചെയ്യാൻ പറ്റുന്നോ. നേരത്തെ 15 നിമിഷം ചെയ്തു, പിന്നെ അരമണിക്കൂറായി, പിന്നെ 1 മണിക്കൂറായി, ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അത് നാളെ നമ്മൾ വായിക്കുമ്പോഴേ നമുക്കും ഒരു പ്രോത്സാഹനമാണ് അത്, ഇല്ല, നമ്മൾ എഴുതിയത് തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും അത് ഉള്ളത്. അതൊന്ന്. അതുമാത്രമല്ല, നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ഗുരു വേണം. സോ ജേർണലിംഗ് ആവശ്യമാണ്. നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ഗുരു വേണം. ബിക്കോസ് ഒരു എക്സ്പീരിയൻസ്ഡ് ഗുരുവിനെ കൊണ്ട് മാത്രമേ നമ്മളുടെ ഈ നെഗറ്റിവിറ്റിയും സഞ്ചിത കർമ്മയും ഒക്കെ മാറ്റാനൊക്കത്തുള്ളൂ. പിന്നെ ആ ഗുരുവിന് മീതെ ദൈവാധീനം നമുക്ക് വേണം. എനിക്കതിൽ വലിയ ഒരു വിശ്വാസമാണ്. സോ ചിലർക്ക് ഗുരു ഇല്ല എന്ന് വിചാരിച്ച് യാതൊരു മനപ്രയാസവും പെടണ്ട. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ മതി. വലിയതായിട്ട് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ട, മെഡിറ്റേഷൻ മാത്രം ചെയ്താലേ മതി. ഒരുപാട് നന്മകൾ നമുക്കുണ്ടാകും. സ്പിരിറ്റ് ഗൈഡ്സ് വരും. നമുക്ക് എല്ലാത്തിനും വേണ്ടിയത് ഒറ്റ കാര്യം, ദൈവാധീനം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അതില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തമിഴിലൊരു ചൊല്ലുണ്ട്, അവനെൻ്റെ ഒരു അണുവും അശയാത്. അണുവെന്ന് വെച്ചാൽ ആറ്റം. ഒരു ആറ്റം എന്ന് പറയുന്നത് കണ്ണിന് കാണാത്ത ഒരിതാണ്. ഇപ്പം നമ്മുടെ ദേഹത്ത് കോടാനുകോടി സെൽസ് ഉണ്ട്. സെൽസിനെ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ സെൽസിനകത്ത് പോകുമ്പോഴാണ് ഒരു ആറ്റം ഉണ്ടാകുന്നത്. ആ ആറ്റം പോലും അനങ്ങത്തില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ. അതിലെനിക്ക് ഭയങ്കര വിശ്വാസവുമാണ്. ഞാൻ ഒരു ചെറിയ ഒരു സാധനത്തിനെ, ഒരു നോട്ട്ബുക്കിനെ ഇങ്ങനെ എടുക്കണമെങ്കിലും അത് തുറക്കണമെങ്കിലും അത് വായിക്കണമെങ്കിലും അതിന് പോലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം, ഇല്ലെങ്കിൽ നടക്കില്ല. സോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ആ പരമപിതാവായ നമ്മുടെ ദൈവത്തിനെ അനുഗ്രഹം നമുക്ക് വേണം. നാളെ ഗുരുപൂർണിമയാണ്. അപ്പം ഈ പൗർണമി എന്ന് പറയുമ്പോഴേ പൗർണമിയുടെ തലേ ദിവസം നാളെ പൗർണമി. അപ്പം ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസവും ഈ ചന്ദ്രൻ്റെ ഇഫക്റ്റ് വളരെ പവർഫുള്ളായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യണം, രാത്രിയും മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് ഒരു 9 തൊട്ട് 10 വരെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന്. എന്നുവെച്ചാൽ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നതും മനസ്സും കണക്റ്റഡാണ്. ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്, ഇടകല, ഇതെല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ട് പൗർണമിക്കും അമാവാസ്യയ്ക്കും നമ്മൾ ധ്യാനം ചെയ്യണം. അപ്പം ഇനി അത് നമ്മളൊരു ശീലമാക്കണം. അപ്പോൾ നാളെ ഗുരുപൂർണിമയാണ്. ഗുരു ഉള്ളവർ ഗുരുവിനെ പോയി കാണുക, ദക്ഷിണ കൊടുക്കുക, അനുഗ്രഹം വാങ്ങിക്കുക. ഞാൻ നാളെ നമ്മുടെ തട്ടത്തുമലയിലുള്ള ശ്രീപാദശങ്കരി പീഠം നിർമ്മാണിച്ച് നമ്മുടെ ഗുരുവിനെ കാലടി മാധവൻ നമ്പൂതിരി ലളിതാ സഹസ്രനാമം വ്യാഖ്യാനം ചെയ്യുന്നില്ലേ, അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് പോയത്. അത് അമ്പലത്തിൻ്റെ നിർമ്മാണത്തിനാണ്. ഇപ്പം നാളെ ഗുരുവിനെ പോയി കാണണം മനസ്സിൽ വെച്ചിരിക്കുന്നു. അതിനും ആ ഗുരു അനുഗ്രഹിക്കണം, ആ ദൈവം അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല. എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവരുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. താഴെ അവർ 5ാം നിലയിലോ കണ്ട
അപ്പോൾ താഴെ അവിടെ വ്യാഴാഴ്ച സായിറാമിൻ്റെ അമ്പലമുണ്ട്. വ്യാഴാഴ്ച പോകാനായിട്ടിരുന്നു. സാരിയൊക്കെ എടുത്ത് ഉടുത്തു, ഹൗസ് കോട്ടൊക്കെ മാറ്റി സാരിയൊക്കെ എടുത്ത് ഉടുത്തപ്പോഴത്തേക്ക് ഒരു മഴ, 5:30 തൊട്ട് 6:30 വരെ മഴ. അതുകൊണ്ട് ഞാൻ പോയില്ല. അവർ കുറച്ച് വയസ്സായത് അപ്പോൾ മഴയത്തൊന്നും അവർ പോകത്തില്ല, പേടി, വീഴുവോ ചറുക്കി വീഴുവോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അങ്ങനെ നോക്ക്, ഞാൻ ഡ്രസ്സ് വളരെ മാറ്റി റെഡിയായിരുന്നത്, അപ്പോഴത്തേക്കൊരു മഴ, 1 മണിക്കൂർ വിടാതെ മഴ പെയ്തുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോലും പോകാൻ പറ്റിയില്ല. ആ ദൈവം എന്നെ വിളിച്ചില്ല, അതുകൊണ്ടല്ലേ എനിക്ക് പോകാൻ പറ്റാത്തതെന്ന്. അതൊക്കെ സത്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നമുക്കിപ്പം വേണ്ടുന്നത്, അതും ഇങ്ങനത്തെ ഒരു പാതയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം നമുക്കെല്ലാവർക്കും അത്യാവശ്യമായിട്ടും ആദ്യത്തെ കാര്യമായിട്ടും വേണ്ടുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.